ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് സോണി 2 ചാനൽ ആംപ്ലിഫയർ ആണ്. നമുക്കൊരാൾ കൊറിയർ അയച്ചു തന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അയച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത്. നിലവിൽ ഇത് പ്രൊട്ടക്ഷൻ കാണിക്കുമെന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് സപ്ലൈ കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത്. നമുക്ക് സപ്ലൈ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിലവിൽ റെഡ് ലൈറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നാലും നമുക്കൊന്ന് പൊളിച്ച് പീസാക്കി നോക്കാം. ബാക്കിലെ കവർ കാര്യങ്ങളെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഓരോ ട്രാൻസിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഷോർട്ടിങ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇതിൽ വാക്യങ്ങളൊന്ന് ഊരിന്ന് പീസാക്കാം. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, പെട്ടെന്നാണ് പ്രൊട്ടക്ഷൻ ആയതെന്നാണ് പറഞ്ഞേക്കുന്നത്. നിലവിലിനകത്ത് സ്വിച്ചിങ് ഐസിയിൽ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻപുട്ട് സെക്ഷൻ ഓക്കെയാണ്. നിലവിൽ ഇതിനകത്ത് ഔട്ട്പുട്ട് ഉണ്ടാകുന്നില്ല. ഔട്ട്പുട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻവെർട്ടർ സെക്ഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് അല്ല. സപ്ലൈ ഇപ്പോൾ നിലവിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ഓക്കെയാണ്. ഇൻവെർട്ടർ സെക്ഷനിൽ ഔട്ട്പുട്ട് ഇല്ല. അപ്പോൾ എന്താ നമുക്ക് ഈ സ്വിച്ചിങ് ഐസ് ഒന്ന് പറിച്ച് മാറാം. സ്വിച്ചിങ് ഐസ് ഒന്ന് പറിച്ച് മാറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേറെ ട്രാൻസിസ്റ്ററോ കാര്യങ്ങളൊന്നും നിലവിൽ ഷോർട്ടിങ് കണ്ടിട്ടില്ല. നിലവിൽ സ്വിച്ചിങ് ഐസിൽ നിന്ന് സ്വിച്ചിങ് വോൾട്ടേജ് ഉണ്ടാകുന്നില്ല. അതുണ്ടായാൽ മാത്രമേ മോസ്ഫെറ്റ് വർക്ക് ചെയ്ത്
ഇതാണ് മോസ്ഫെറ്റ്. ഈ 2 മോസ്ഫെറ്റ് വർക്ക് ചെയ്ത് ഇവിടെ ബ്രിഡ്ജ് സെക്ഷൻ ഇതിനകത്ത് ഫിൽറ്ററിങ് ചെയ്ത് 2 കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വോൾട്ടേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്വിച്ചിങ് കേസ് ഒന്ന് മാറ്റിയിട്ട് നോക്കിയേക്കാം. സ്വിച്ചിങ് കേസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് വേറെ മാറ്റിയിട്ടൊന്ന് കണക്ട് ചെയ്യാം. സ്വിച്ചിങ് കേസ് നിലവിൽ മാറ്റിയിട്ടുണ്ട്, ക്ലീൻ ചെയ്തില്ല. ഇപ്പോൾ ജസ്റ്റ് മാറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിലവിൽ ട്രാൻസിസ്റ്റർ ഒന്നും നിലവിൽ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്തപ്പോൾ ഷോർട്ടിങ് കാണിച്ചില്ലായിരുന്നു. എന്തായാലും നമുക്ക് സപ്ലൈ കൊടുത്തിട്ടൊന്ന് നോക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയേക്കാം. നിലവിൽ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്, പ്രൊട്ടക്ഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഷോർട്ടിങ്ങോ സ്വിച്ചിങ്ങോ ഒന്നും ആകുന്നില്ലായിരുന്നു. ഇപ്പം ഔട്ട്പുട്ടിനകത്ത് വോൾട്ടേജോ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഔട്ട്പുട്ടിനകത്ത് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി സ്റ്റേജ് ഒന്ന് തപ്പി നോക്കാം. സ്വിച്ചിങ് കേസൊക്കെ കാര്യം പറഞ്ഞ് മാറ്റി വെച്ച് നോക്കിയിട്ട് ശേഷം വോൾട്ടേജ് ഉണ്ടായിട്ടും ഷോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ചെക്ക് ചെയ്യുന്നപ്പോഴത്തേക്ക് ഇൻവെർട്ടർ സെക്ഷനകത്ത് കുറച്ച് സ്പെയർ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പം അത് മേടിക്കാൻ ഇച്ചിരി ചടങ്ങായതുകൊണ്ട് പിന്നെ അടുത്ത ഒരു മോഡ്യൂൾ വെച്ച് സെറ്റ് ചെയ്തു. ഇപ്പോൾ നിലവിൽ സംഭവം ഓക്കെ ആക്കിയിട്ടുണ്ട്. പവർ സപ്ലൈയിൽ നിന്ന് PWM കൺട്രോൾ സെപ്പറേറ്റ് ഒരെണ്ണം വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സംഭവം ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല, പക്കയായിട്ട് വർക്ക് ചെയ്യും. എന്തായാലും നമുക്ക് ഓഡിയോ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനകത്ത് സ്പീക്കറിന് കണക്ടറിൻ്റെ അവിടെ ഇട്ടേക്കുന്ന സ്ക്രൂ ഒന്നും ഇതിൻ്റെ അല്ല, വേറെ ഏതോ സ്ക്രൂ താൽക്കാലികമായിട്ട് ഇട്ട് വെച്ചേക്കുന്നതാണ്. സ്ക്രൂ നഷ്ടപ്പെട്ടിട്ട് പോയിട്ട് ഇട്ടിടാന്ന് തോന്നുന്നു, അല്ല പിന്നെ ഇങ്ങനെ വരത്തില്ല. സ്ക്രൂ ടൈറ്റ് ആവുകയില്ല. അപ്പോൾ അത് മാറ്റി നമുക്ക് വേറെ 2 സ്ക്രൂ കൂടി ഇട്ട് വിടാം. നമ്മുടെ ലോക്കൽ പവർ സപ്ലൈ വരുന്ന സ്ക്രൂ ആണ് ഇത് വരുന്നത്. നിലവിൽ 12 തൊട്ട് 10 ആമ്പിയർ അല്ലെങ്കിൽ 20 ആമ്പിയർ ഒക്കെ വരുന്ന പവർ സപ്ലൈയിൽ ഈ ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ അതിന് കറക്റ്റാണ് ഈ സാധനം. ഇത് പവർ കൊടുത്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. പവർ ഓൺ ആക്കിയിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ. ഇപ്പോൾ സംഭവം നിലവിൽ ഓക്കെയാണ്. വേറെ ഹീറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ചാനലും. ഇപ്പോൾ ഇൻവെർട്ടർ സെക്ഷൻ റെഡിയാക്കാൻ വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് PWM കൺട്രോൾ സെപ്പറേറ്റ് ഒന്നും വെക്കേണ്ടി വന്നത്. ഇതിൻ്റെ അകത്ത് SMD കമ്പൗണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് തോന്നിയ പോലെ എന്തെങ്കിലും ഒന്നും കൊണ്ട് ഇടാൻ പറ്റത്തില്ല. അതിന് മാച്ചിങ് ആയിട്ടുള്ള സാധനം കിട്ടാൻ പാടാണ്. ഇപ്പോൾ നിലവിൽ ഞാനത് വർക്കിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.